കോൺഗ്രസിൻ്റെ പെർഫോമൻസ് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ വെറും 10 വാർഡുകളിലാണ് UDF ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്തവണ തുടക്കത്തിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചരണമൊക്കെ അഴിച്ചുവിട്ട് ശബരിനാഥിനെയൊക്കെ ഇറക്കി വലിയൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ രീതിയിലുള്ള ആ ഒരു മൊമെൻ്റ് അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്നതിന് ശേഷം കോൺഗ്രസ് ഒരു അവസാന 10 ദിവസങ്ങളിലൊക്കെ ശരിക്കും ഒരു കൺഫ്യൂഷനിലാണ് നിന്നിരുന്നത്. അപ്പം അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന, അതായത് 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന വാർഡുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ LDFും UDFും അല്ലെങ്കിൽ LDFും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന വാർഡുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അതാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. തീരമേഖലകളിൽ പലയിടത്തും ഏതാണ്ട് മിക്കയിടങ്ങളിലും മത്സരം LDFും UDFും തമ്മിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ തീരമേഖലയിൽ LDF ആയിരുന്നു തൂത്തുവാരിയത്. കാരണം BJP വരുമെന്നുള്ളൊരു ഭയം കാരണം കോൺഗ്രസ് മേഖലകളിൽ പോലും ആ ഒരു മാറ്റം കാണാൻ സാധിച്ചിരുന്നു. ഇടതുപക്ഷത്തേക്ക് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെ കൗൺസിലർമാരാണ് ജയിച്ചത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഇത്തവണ ഉണ്ടാകുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്രയും ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീരമേഖലയിൽ ഏതാണ്ട് ഒരു 15 വാർഡുകളോളം വരും. അപ്പോൾ ആ വാർഡുകളിൽ കോൺഗ്രസിന് ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് BJPക്കാണ് ഗുണം ചെയ്യുക. കാരണം LDFിൻ്റെ ടാലി കുറയാനുള്ളൊരു സാധ്യതയാണ് അതുവഴി ഉണ്ടാകുന്നത്.